ഹലോ സ്റ്റുഡൻസ്, ഈ ഒരു വീഡിയോയിൽ നമ്മൾ തെർമോഡൈനാമിക്സിലെ കുറച്ച് ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് നോക്കാൻ പോവുകയാണ്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, കമൻറ്റ് ഓൺ ദി കോൺസെപ്റ്റ് ഓഫ് ടെമ്പറേച്ചർ ആൻഡ് ഹീറ്റ് എന്നാണ്. ദ ടെമ്പറേച്ചർ ഓഫ് എ സിസ്റ്റം ഈസ് എ പ്രോപ്പർട്ടി ദറ്റ് ഡിറ്റർമിൻസ് വെദർ ഓർ നോട്ട് എ സിസ്റ്റം ഈസ് ഇൻ തെർമൽ ഇക്വിലിബ്രിയം വിത്ത് അതർ സിസ്റ്റംസ്. ഒരു സിസ്റ്റം മറ്റുള്ള സിസ്റ്റങ്ങളുമായി തെർമൽ ഇക്വിലിബ്രിയത്തിലാണോ അല്ലയോ എന്ന് നിർണ്ണയിക്കുവാൻ നമ്മളെ സഹായിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ടെമ്പറേച്ചർ. രണ്ട് സിസ്റ്റംസ് സെയിം ടെമ്പറേച്ചറിലാണെങ്കിൽ അവ തെർമൽ ഇക്വിലിബ്രിയത്തിലായിരിക്കും. അതാണ് നെക്സ്റ്റ് സെൻറ്റൻസിൽ പറയുന്നത്. നെസസറി ആൻഡ് സഫീഷ്യൻറ്റ് കണ്ടീഷൻ ഫോർ തെർമൽ ഇക്വിലിബ്രിയം ബിറ്റ്വീൻ ടു സിസ്റ്റംസ് ഇസ് ദാറ്റ് ദേ ഹാവ് ദ സെയിം ടെമ്പറേച്ചർ. അപ്പോൾ ടെമ്പറേച്ചർ എന്നുള്ള കോൺസെപ്റ്റിനെ കുറിച്ച് നമ്മൾ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി എന്താണ് ഹീറ്റ്, വാട്ട് ഈസ് ദി കോൺസെപ്റ്റ് ഓഫ് ഹീറ്റ് എന്നുള്ളിടത്ത് ഞങ്ങൾക്ക് എഴുതാവുന്നത്, ഹീറ്റ് ഈസ് എയ്തർ ഇൻറ്റേർണൽ എനർജി ഓർ എൻതാൽപ്പി ഇൻ ട്രാൻസിറ്റ് ഡിപ്പെൻഡിങ് ഓൺ ദി എക്സ്പെരിമെൻ്റൽ കണ്ടീഷൻസ്. ഹീറ്റ് ഒന്നുകിൽ ഇൻറ്റേർണൽ എനർജി ആവാം, അല്ലെങ്കിൽ എൻതാൽപ്പി ഇൻ ട്രാൻസിറ്റ് ആവാം. ഹീറ്റ് ഫ്ലോ നടക്കുന്നത് ടെമ്പറേച്ചർ ഡിഫറൻസിൻ്റെ കാരണത്താൽ മാത്രമാണ്. ഹീറ്റ് ഫ്ലോ ഈസ് ബൈ വിർച്യൂ ഓഫ് ടെമ്പറേച്ചർ ഡിഫറൻസ് ഓൺലി. ഇനി ഞങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഹീറ്റിൻ്റെ ഡെഫിനിഷൻ എഴുതാം. വെൻ എ ക്ലോസ്ഡ് സിസ്റ്റം ഹൂസ് സറൗണ്ടിങ്സ് ആർ അറ്റ് എ ഡിഫറെൻറ്റ് ടെമ്പറേച്ചർ ആൻഡ് ഓൺ വിച്ച് ഡയാതെർമിക് വർക്ക് മേ ബി ഡൺ അണ്ടർഗോസ് എ പ്രോസസ്, ദെൻ ദ എനർജി ട്രാൻസ്ഫേർഡ് ബൈ നോൺ മെക്കാനിക്കൽ മീൻസ് equal to difference between the change of internal energy and the diathermic work is called heat. ഇത് ഫസ്റ്റ് ലോ റീഅറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഹീറ്റിൻ്റെ ഡെഫിനിഷനാണ്. അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, എന്താണ് ഇൻറ്റൻസീവ് പ്രോപ്പർട്ടീസ്, എന്താണ് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടീസ്, അല്ലെങ്കിൽ ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ഇൻറ്റൻസീവ് ആൻഡ് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടീസ്. പ്രോപ്പർട്ടീസ് ദാറ്റ് ഡിപ്പെൻഡ് ഓൺ സിസ്റ്റം സൈസ് ആർ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടീസ്. അതായത് നമ്മളൊരു സിസ്റ്റത്തെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഏതൊക്കെ പ്രോപ്പർട്ടീസ് രണ്ടായിട്ട് ഡിവൈഡ് ആവുമോ അത്തരത്തിലുള്ള പ്രോപ്പർട്ടീസൊക്കെ എക്സ്റ്റെൻസീവ് ആണ്. ഏതൊക്കെ പ്രോപ്പർട്ടീസ് റിമെയിൻ കോൺസ്റ്റൻ്റ് ആയിട്ട് റിമെയിൻ ചെയ്യുമോ അവയൊക്കെ ഇൻറ്റൻസീവ് ആണ്. ഇൻറ്റൻസീവിന് എക്സാമ്പിൾ ടെമ്പറേച്ചർ, എക്സ്റ്റെൻസീവിന് എക്സാമ്പിൾ വോള്യൂം. അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. അടുത്ത ചോദ്യം പി വി ഡയഗ്രത്തിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണ് എന്നാണ്. പി വി ഡയഗ്രത്തിൻ്റെ സിഗ്നിഫിക്കൻസ്, ഒരു പി വി ഡയഗ്രത്തിൽ ഏരിയ അണ്ടർ ദ കർവ് ഈസ് വർക്ക് ഡൺ. പി വി ഡയഗ്രം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, പി വി ഡയഗ്രം ക്യാൻ ബി യൂസ്ഡ് ടു കാൽക്കുലേറ്റ് ദി എമൗണ്ട് ഓഫ് വർക്ക് ഡൺ ബൈ ദ ഗ്യാസ് ഡ്യൂറിങ് എക്സ്പാൻഷൻ ഓർ ഓൺ ദി ഗ്യാസ് ഡ്യൂറിങ് കംപ്രഷൻ. അപ്പോൾ അത് തന്നെയാണ് അതിൻ്റെ സിഗ്നിഫിക്കൻസ്. അടുത്ത ക്വസ്റ്റ്യൻ, എന്താണ് ഹീറ്റ് കപ്പാസിറ്റി? ഹീറ്റ് കപ്പാസിറ്റിക്കുള്ള ഒരു എക്സ്പ്രഷൻ ഒബ്റ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. എമൗണ്ട് ഓഫ് ഹീറ്റ് ടു ബി സപ്ലൈഡ് ടു എൻ ഒബ്ജക്റ്റ് ടു പ്രൊഡ്യൂസ് എ യൂണിറ്റ് ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. ഹീറ്റ് കപ്പാസിറ്റിയുടെ ഇക്വേഷൻ C = d/Q/dt. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഇൻറ്റേർണൽ എനർജി എന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഇൻറ്റേർണൽ എനർജി ഈസ് ദി ടോട്ടൽ എനർജി ദാറ്റ് എ സിസ്റ്റം കണ്ടെയ്ൻസ്. അതായത് കൈനറ്റിക് എനർജിയുടെയും പൊട്ടൻഷ്യൽ എനർജിയുടെയും കോമ്പിനേഷൻ. ഇറ്റ് ക്യാൻ ബി കൺസിഡേർഡ് ആസ് എ ഫംഗ്ഷൻ ഓഫ് എനി ടു ഓഫ് ദി ത്രീ തെർമോഡൈനാമിക് കോർഡിനേറ്റ്സ് P, V and T that are used to specify the state of a system. Internal energy is not measurable, but the change in internal energy is. There exists an energy function whose difference between two values is the energy change of the system. This function is called internal energy. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് സമയത്തിനനുസരിച്ച് ഇതിലുള്ള പോയിൻറ്റ്സുകളൊക്കെ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. വാട്ട് ഈസ് ഇൻറ്റേർണൽ എനർജി എന്ന് ചോദിച്ചാൽ. അടുത്ത ക്വസ്റ്റ്യൻ, തെർമൽ എഫിഷ്യൻസി ഡെഫിനിഷൻ, അതുപോലെ തന്നെ അതിനുള്ള എക്സ്പ്രഷൻ, അതാണ് ചോദിച്ചിട്ടുള്ളത്. തെർമൽ എഫിഷ്യൻസി ഈസ് ഡിഫൈൻഡ് ആസ് വർക്ക് ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ ഹീറ്റ് ഇൻപുട്ട്. അതായത് ദ റേഷ്യോ ഓഫ് വർക്ക് ഔട്ട്പുട്ട് ടു ഹീറ്റ് ഇൻപുട്ടാണ് തെർമൽ എഫിഷ്യൻസി. തെർമൽ എഫിഷ്യൻസി ഈസ് ഡിനോട്ടഡ് ബൈ ഈറ്റ, ആൻഡ് ഈറ്റ ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് W ബൈ മോഡുലസ് ഓഫ് QH. QH എന്ന് പറയുന്നത് ഹീറ്റ് ഓഫ് ഹൈ ടെമ്പറേച്ചർ റിസർവോയർ. അപ്പോൾ ഒരു ഹീറ്റ് എഞ്ചിൻ്റെ കേസിൽ W മോഡ് ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് QH മൈനസ് മോഡുലസ് ഓഫ് QL. അപ്പോൾ അത് ഈറ്റയുടെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഈറ്റ ഈക്വൽ ടു മോഡുലസ് ഓഫ് QH മൈനസ് മോഡുലസ് ഓഫ് QL ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് QH എന്ന് കിട്ടും. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു 1 മൈനസ് മോഡുലസ് ഓഫ് QL ബൈ മോഡുലസ് ഓഫ് QH. അടുത്ത ക്വസ്റ്റ്യൻ, കാർനോട്ട്സ് തിയറം സ്റ്റേറ്റ് ചെയ്യുക, കൊറോളറി സ്റ്റേറ്റ് ചെയ്യുക. കാർനോട്ട്സ് തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്, നോ ഹീറ്റ് എഞ്ചിൻ ഓപ്പറേറ്റിംഗ് ബിറ്റ്വീൻ ടു ഗിവൻ റിസർവോ ക്യാൻ ബി മോർ എഫിഷ്യൻറ്റ് ദാൻ എ കാർനോട്ട് എഞ്ചിൻ ഓപ്പറേറ്റിംഗ് ബിറ്റ്വീൻ ദ സെയിം ടു റിസർവോസ്. കൊറോളറി ടു കാർനോട്ട്സ് തിയറം, ഓൾ കാർനോട്ട് എഞ്ചിൻസ് ഓപ്പറേറ്റിംഗ് ബിറ്റ്വീൻ ദ സെയിം ടു റിസർവോസ് ഹാവ് ദ സെയിം എഫിഷ്യൻസി. അടുത്ത ക്വസ്റ്റ്യന് സെക്കൻഡ് ലോ സ്റ്റേറ്റ്മെൻ്റ് ആണ്. സെക്കൻഡ് ലോ പെർട്ടിക്കുലറായിട്ട് ചോദിക്കാം, കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ക്ലോഷ്യസ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് സെക്കൻഡ് ലോ ചോദിക്കാം, അതല്ലെങ്കിൽ സ്റ്റേറ്റ് സെക്കൻഡ് ലോ എന്ന് മാത്രമായിട്ട് ചോദിക്കാം. അപ്പോൾ സ്റ്റേറ്റ് സെക്കൻഡ് ലോ എന്ന് മാത്രം ചോദിക്കുകയാണെങ്കിൽ ഇത് രണ്ടും എഴുതാം. കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ഹീറ്റ് എഞ്ചിൻസിനുള്ളതാണ്, ക്ലോഷ്യസ് സ്റ്റേറ്റ്മെൻറ്റ് റെഫ്രിജറേറ്റേഴ്സിനുള്ളതാണ്.
Kelvin Planck statement of second law നോക്കാം. It is impossible to construct an engine that operating in a cycle will produce no effect other than the extraction of heat from a reservoir and the performance of an equivalent amount of work. Closure statement of second law. It is impossible to construct a refrigerator that operating in a cycle will produce no effect other than the transfer of heat from a lower temperature reservoir to a higher temperature reservoir. എങ്ങനെ നമ്മളൊരു എഞ്ചിനെ കൺസ്ട്രക്ട് ചെയ്താലും അതിൽ കുറച്ച് ഹീറ്റ് എന്തായിട്ട് പോകും, കുറച്ച് ഹീറ്റ് ലോ ടെമ്പറേച്ചർ റിസർവോയിലേക്ക് റിജക്റ്റ് ചെയ്യപ്പെടും. എല്ലാ ഹീറ്റും വർക്കായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടില്ല. ഇതാണ് എന്ത് ചെയ്യുന്നത് കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നത്. ഒരു എൻജിന് നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ, കൺസ്ട്രക്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിലെന്തായാലും എന്തുണ്ടാവും, ഹീറ്റ് റിജക്ഷൻ ഉണ്ടാവും. ഹീറ്റ് റിജക്ഷൻ ടു ലോ ടെമ്പറേച്ചർ റിസർവോ ഉണ്ടാവും. ക്ലോഷർ സ്റ്റേറ്റ്മെൻറ്റ് റെഫ്രിജറേറ്റേഴ്സിനുള്ളതാണ്. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു വെക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഒരു ലോ ടെമ്പറേച്ചർ റിസർവോയിൽ നിന്നും ഹൈ ടെമ്പറേച്ചർ റിസർവോയിലേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ നടത്തണമെന്നുണ്ടെങ്കിൽ അവിടെ എന്തായാലും വർക്ക് എക്സ്പെൻഡിച്ചർ ആവശ്യമാണ്. വർക്ക് എന്തായാലും എക്സ്പെൻഡ് ചെയ്യേണ്ടതുണ്ട്. ഈ ഒരു യാഥാർത്ഥ്യമാണ് ക്ലോഷർ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു വെക്കുന്നത്. ഇനി ഈ ഒരു ക്വസ്റ്റിൻ്റെ ഭാഗമായിട്ട് തന്നെ സെക്കൻഡ് ലോയുടെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് ചോദിക്കാം. അപ്പോൾ സെക്കൻഡ് ലോ ഡിനൈസ് ദി പോസിബിലിറ്റി ഓഫ് യൂട്ടിലൈസിങ് എനർജി ഇൻ എ പെർട്ടിക്കുലർ വേ. If it were not true, it would be possible to propel a ship across the ocean by extracting heat from the ocean. അടുത്ത ക്വസ്റ്റ്യൻ കണ്ടീഷൻസ് ഫോർ റിവേഴ്സിബിലിറ്റി ആണ്. ഒരു പ്രോസസ്സ് റിവേഴ്സിബിൾ ആവണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ കണ്ടീഷൻസ് പാലിച്ചിരിക്കണം? ഒന്നാമത്തത്, പ്രോസസ്സ് ഈസ് പെർഫോംഡ് ക്വാസി സ്റ്റാറ്റിക്കലി. ക്വാസി സ്റ്റാറ്റിക്കലി എന്താണെന്നുള്ളത് നമ്മൾ മുമ്പുള്ള വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് മനസ്സിലാവാൻ നിങ്ങൾ ആ വീഡിയോസ് കണ്ടു എന്ന് ഉറപ്പുവരുത്തുക. ക്വാസി സ്റ്റാറ്റിക്കലി പെർഫോം ചെയ്യണമെന്ന് പറയുന്നത് തെർമോഡൈനാമിക് ഇക്വിലിബ്രിയം എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. രണ്ടാമത്തെ കണ്ടീഷൻ, ഇറ്റ് ഈസ് നോട്ട് അക്കമ്പനീഡ് ബൈ എനി ഡിസിപ്പേറ്റീവ് എഫക്ട്സ്. ഇറ്റ് ഈസ് നോട്ട് അക്കമ്പനീഡ് ബൈ എനി ഡിസിപ്പേറ്റീവ് എഫക്ട്സ് ലൈക്ക് ഫ്രിക്ഷൻ, റെസിസ്റ്റൻസ് എക്സെട്ര. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ റിവേഴ്സിബിൾ പ്രോസസ്സ് എന്നാണ്. എ റിവേഴ്സിബിൾ പ്രോസസ് ഈസ് വൺ ദാറ്റ് ഈസ് പെർഫോംഡ് ഇൻ സച്ച് എ വേ ദാറ്റ് at the conclusion of the process both the system and local surroundings may be restored to their initial states without producing any changes in the rest of the universe. ഇവിടെ നമ്മൾ ലോക്കൽ സറൗണ്ടിങ്സ് എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പാർട്സ് ഓഫ് ദ സറൗണ്ടിങ് ദാറ്റ് ഇൻട്രാക്ട് ഡയറക്ട്ലി വിത്ത് ദ സിസ്റ്റം എന്നാണ്.